ഡോക്ടർ ജി ഗോപകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മൾ വളരെ കരുതലോടെ മാത്രം നീങ്ങേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ പടിപടിയായി ഓരോ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് എങ്ങനെയാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഈ സിന്ധു നദീജല കരാർ തന്നെ മരവിപ്പിക്കുന്നതിലേക്ക് ഇതുവരെ നമ്മുടെ രാജ്യം പോയിട്ടില്ല. ഇതാദ്യമായാണ് അങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോ തരത്തിലേക്ക് ഇപ്പോൾ IMF-നോട് സഹായം കൊടുക്കരുത് പാകിസ്ഥാൻ എന്ന് ആവശ്യപ്പെടുന്നു, ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അത് ഗ്രേ ലിസ്റ്റിലായിരുന്നു പാകിസ്ഥാൻ കുറേ കാലങ്ങളോളം. അതിനുശേഷം അവർ തിരിച്ച് വന്നതാണ്. ഇപ്പോൾ വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് ഇത് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിൽ പല തലങ്ങളിലുള്ള നടപടികൾ, അതൊരു പക്ഷേ ഒരു ബുദ്ധിപരമായ നീക്കം എന്ന് കൂടി വിശേഷിപ്പിക്കേണ്ട ഇടത്താണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം താങ്കൾ പറയുന്നുണ്ടായിരുന്നു. പലതരത്തിൽ അത് BJP-യുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന്. പക്ഷേ കോൺഗ്രസിൽ തന്നെ ശരിയായതല്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അതൊക്കെ നിരോധിക്കണം എന്ന് പറഞ്ഞ് ചില ഹാൻഡിലുകളിൽ ചിലതൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ അതൊക്കെ പിന്നീട് പിൻവലിക്കേണ്ടി വന്നതും. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇന്നും എന്താണ് അജയ് റായ് എന്ന നേതാവ്, അദ്ദേഹം ചില ചിത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അപ്പോൾ അതൊരു പക്വതയുള്ള സമീപനമാണോ സന്ദീപ് വാര്യർ? ഇവിടെ BJP-യുടെ പ്രതിനിധി കോൺഗ്രസിന് നേരെയുള്ള ഒരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചത് കോൺഗ്രസ് ഏതോ തരത്തിൽ ഇത് മതപരമായ വിഭജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. യാഥാർത്ഥ്യതാണോ? ഈ രാജ്യത്ത് ഹെയ്റ്റ് സ്പീച്ചേഴ്സിന് മുഴുവൻ ടിക്കറ്റ് കൊടുത്ത് പാർലമെന്റിൽ എത്തിച്ച പാർട്ടിയുടെ പേരാണ് BJP. അതുകൊണ്ട് കോൺഗ്രസ് എവിടെയും അത്തരത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല. കോൺഗ്രസ് എപ്പോഴും രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. പഹൽഗാം അറ്റാക്കിന് ശേഷവും കോൺഗ്രസ് നിലകൊണ്ടത് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയുള്ള വളരെ പ്രൊയാക്റ്റീവായിട്ടുള്ള സ്റ്റെപ്പ് കോൺഗ്രസ് എടുത്തു. വളരെ മുൻകൂട്ടിയിട്ടുള്ള സ്റ്റെപ്പ് കോൺഗ്രസ് എടുത്തു. ഐക്യത്തോടു കൂടിയുള്ള ശബ്ദം പുറത്തു വരണമെന്ന് പാർട്ടി കേഡർമാരോട്, പാർട്ടി പ്രവർത്തകരോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലൊരു ആവശ്യം, രാജ്യം ഐക്യത്തോടെ നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം, മതപരമായ ഭിന്നിപ്പുണ്ടാക്കരുത് എന്ന് BJP പ്രവർത്തകരോട് എന്തേ BJP-ക്ക് പറയാൻ പറ്റാതെ പോകുന്നു? അതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. BJP-ക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാനൊരു ട്വിറ്റർ ഹാൻഡിൽ, BJP-യുടെ വെരിഫൈഡ് ട്വിറ്റർ ഹാൻഡിൽ, BJP ഛത്തീസ്ഗഡിന്റെ വെരിഫൈഡ് ട്വിറ്റർ ഹാൻഡിലാണ് ഈ കാണുന്നത്. അതിൽ പഹൽഗാമിൽ കൊല്ലപ്പെട്ട നാവികസേനാ ഉദ്യോഗസ്ഥന്റെ അരികത്തിരിക്കുന്ന പെൺകുട്ടിയുടെ ഭാര്യയുടെ ചിത്രം കൊടുത്തിട്ട് അതിലെഴുതിയിരിക്കുന്നത് ധർമ്മ പൂച്ച ജാതി നഹി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജാതിയല്ല ചോദിച്ചത്, മതമാണ് ചോദിച്ചത്. ഇതാണോ ഈ സമയത്ത് ഈ രാജ്യത്ത് പുറത്തോട്ട് വരേണ്ട സന്ദേശം എന്ന് പറയുന്നത്? BJP ഒഫീഷ്യലി കൊടുത്തിട്ടുള്ള സന്ദേശമാണ്. ജാതിയല്ല, മതമാണ് തീവ്രവാദികൾ ചോദിച്ചത്, ഇതൊരു മതപരമായ പ്രശ്നമാണ് എന്ന് BJP-യുടെ ഒഫീഷ്യൽ ഹാൻഡിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള കാര്യമാണത്. പിന്നെ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ എന്തോ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിലിൽ വന്ന, എക്സ് ഹാൻഡിലിൽ വന്ന ചില കാര്യങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് കൊള്ളാം. പാകിസ്ഥാൻ എന്തു പറയുന്നു എന്നത് കണക്കാക്കിയിട്ടാണോ ഇന്ത്യൻ പൗരന്മാർ അവരുടെ നിലപാട് പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ 2002 മുതൽ മോദി ചെയ്തിട്ടുള്ള നിരവധി മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ, ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ പാകിസ്ഥാന്റെ മീഡിയയും പാകിസ്ഥാനും ഒക്കെ പലപ്പോഴും ആഘോഷിച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതി മോദിയും BJP മിണ്ടാതിരുന്നിട്ടുണ്ടോ? എത്രയോ മോദിയുടെ മുസ്ലിം വിരുദ്ധ പ്രഭാഷണങ്ങൾ 2002 നടത്തിയിട്ടുള്ളതൊക്കെ പാകിസ്ഥാൻ എടുത്ത് ആഘോഷിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ അതല്ല ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ രാജ്യത്തിനകത്ത് ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഗവൺമെന്റിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അത് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്ത. പാകിസ്ഥാൻ എന്ത് പറയുന്നു, പാകിസ്ഥാൻ കോട്ട് ചെയ്തോ എന്ന് നോക്കിയിട്ടല്ല കോൺഗ്രസിന്റെ അഭിപ്രായം പറയുന്നത്. അങ്ങനെയാണോ ഈ രാജ്യത്തെ ജനങ്ങൾ അഭിപ്രായം പറയേണ്ടത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇനി മുതൽ നിങ്ങൾ പാകിസ്ഥാൻ നമ്മളെ ഏതെങ്കിലും തരത്തിൽ കോട്ട് ചെയ്ത് ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട് അതാണോ പുതിയ ദേശദ്രോഹി നിർവചനത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ മോദിയൊക്കെ അതേ ഗണനയിൽ വരേണ്ടി വരും. കാരണം പലതവണ നിങ്ങളെ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ കോൺഗ്രസിനെ അങ്ങ് ദേശദ്രോഹി എന്ന് മുദ്ര കുത്താനുള്ള ശ്രമമൊന്നും വേണ്ട. കോൺഗ്രസിന്റെ ദേശസ്നേഹത്തിനും കോൺഗ്രസുകാരുടെ ദേശസ്നേഹത്തിനും എന്തായാലും സംഘപരിവാറുകാരുടെ ഒരു സർട്ടിഫിക്കറ്റേയും ആവശ്യമില്ല. BJP-കാരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. കാരണം BJP എന്താണ്, സംഘപരിവാർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ ഒരു സമയത്തും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചരണങ്ങളാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംഘപരിവാറിന്റെ BJP-യുടെ ഹാൻഡിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. നിങ്ങൾ കേരളത്തിലെ BJP-യുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ BJP-യുടെ പ്രവർത്തകരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ നൂറുകണക്കിന് ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. ഇനി കേരളത്തിലെ ചാനലുകളിൽ ഔദ്യോഗികമായി ചർച്ചയ്ക്ക് വന്ന BJP-യുടെ പ്രതിനിധികൾ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പരാമർശങ്ങളാണ് ഈ ചർച്ചയിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. അവിടെ പലപ്പോഴും കോൺഗ്രസിന്റെ പ്രതിനിധികളോട് അവർ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മുസ്ലിം ഭീകരർ നടത്തിയതാണ് എന്ന് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. ഞങ്ങൾ അപ്പോഴും പറഞ്ഞിട്ട് എന്താണ് രാജ്യത്തിന്റെ നിലപാട് എന്താണ്? ഇന്ത്യ മഹാരാജ്യത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താ നിലപാട് പറയാത്തത്?
ആ രീതിയിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു നിലപാട് രാജ്യത്തിനുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഐക്യത്തോടെ നിൽക്കേണ്ട സമയമാണ്. BJP എപ്പോഴും അത് ഭിന്നിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഞാൻ കൃത്യമായിട്ട് കാണിച്ചല്ലോ, വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് മതം പറഞ്ഞുകൊണ്ട് BJPയുടെ വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള പോസ്റ്റ് വെച്ചുകൊണ്ട് കോൺഗ്രസിനെ അളക്കാൻ നിൽക്കരുത്. കോൺഗ്രസ് പാകിസ്ഥാൻ എന്ത് പറയുന്നു നോക്കിയിട്ട് നിലപാട് പറയുന്നവരല്ല. കോൺഗ്രസ് കൃത്യമായിട്ട് ഉന്നയിച്ചത് ഇവിടുത്തെ സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ചാണ്. സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ ഇത്ര ഭയം? കാശ്മീരിൽ നടന്നിട്ടുള്ള സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് ചോദിച്ചാൽ ഉടൻ തന്നെ മതം കൊണ്ടുവരും, എന്നിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും. അങ്ങനെ മതം കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും ചോദിക്കും. ഇവിടെ മുംബൈ അറ്റാക്ക് നടന്ന സമയത്ത് മോദി ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട്.